മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ഇറാനിൽ യുദ്ധം പൊട്ടൂല, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? എന്നോട് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്നോടത് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാനുമായി യുദ്ധം നടക്കും. അത് പാമ്പം യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും. അവർ ഇറാനെ തകർക്കും. സുമ്മ യഖ്ദിറൂന, പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നത് മഹ്ദി ഇമാം അടുത്ത് വരുന്നാണ്. മഹ്ദി ഇമാം വരുന്നല്ലടാ, ബെരണ്ടെന്ന് പറയണ എങ്ങായി. മഹ്ദി ഇമാം വരുന്ന് പറയുന്നേക്കാൾ നല്ല ബെരണ്ടെന്ന് പറയലാണോടോ. അതിന്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ പറയുന്നത്? ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യസൂല മുൽകുൽ അറബ്. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബെരണ്ടേ പറയും. നമ്മളിങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിൽ ഇങ്ങനെ ഉടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ മഹ്ദി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക. അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ നയിക്കുക. മഹ്ദി ഇങ്ങനെ വരിക. പോയട പണി നോക്കിയിട്ട് ലാ യഖ്റുജുൽ മഹ്ദി